കാര്യങ്ങൾ നോക്കാനും ആശ്രയിച്ചു. മാത്രമല്ല അക്രമം തീരെ പാടില്ലാതെ നിരന്തരം ഈ നേതാക്കന്മാർ ആ സമരം നമ്മുടെ ഹിമാലയൻ അവസാനിപ്പിച്ചു. അതേസമയം ഒരു ഐതിഹാസിക സമരത്തിൻ്റെ വേദിയിൽ നിന്നാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് ഇവിടെ എത്തിയിട്ട് കോഴിക്കോട് മടങ്ങിയെത്തിയിട്ട് സംസാരിക്കുകയാണ്. 25-ാം തീയതി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ദിവസം അവർ പെരുമാറിയിട്ടത് ഞങ്ങൾ ആരാണെന്നൊന്നും അവർക്കറിയില്ല. അജിതയാണ് എൻ്റെ അജിത, അവർക്കെന്താ അജിത? കേരളത്തിലെ ഈ മലയാളി ഈ സമൂഹത്തിന് അറിയുന്ന എന്തെങ്കിലും അവർക്കറിയോ? പാവം ഇന്ത്യക്കാരാണ്. ഭൂരിപക്ഷവും ഇന്ത്യക്കാരായിരുന്നു. ജാർഖണ്ഡിൽ നിന്ന് വന്നവർ, മധ്യപ്രദേശിൽ നിന്ന് വന്നവർ, ബീഹാറിൽ നിന്ന് വന്നവർ, ചെറിയ മക്കൾ. എന്നാലും മാഡം അല്ലെങ്കിൽ മാതാജി എന്നൊക്കെ പറഞ്ഞിട്ട് കസേര തരിക, വെള്ളം തരിക, ഭക്ഷണം തരിക. കുട്ടികളെ അവരാണ് ഏറ്റവും വലിയ ദേശസ്നേഹികൾ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ രക്ഷിച്ച കോക്രോച്ച് ജനതാ പാർട്ടി അവരാണ് ഏറ്റവും വലിയ ദേശസ്നേഹികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അവരുടെ ആവശ്യത്തിന് വേണ്ടി ഒന്നിക്കുകയും അവരവരുടെ അവകാശം നേടിയെടുക്കുകയും ചെയ്തു. കാരണം ഈ ഇവിടെ നടക്കുന്ന ഇപ്പോഴത്തെ ഫാഷിസ്റ്റ് ഭരണത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത് നമുക്കറിയാം. തൊഴിലാളികളുടെ അവകാശങ്ങൾ മുഴുവനും എടുത്തു കളഞ്ഞു. പുതിയ ലേബർ കോഡ് വന്നതോട് കൂടിയിട്ട് ഈ കേരളത്തിൽ തന്നെ കോഴിക്കോടാണ് തോന്നുന്നുണ്ട് 800 പേരെ ഒരു കമ്പനി പിരിച്ചു വിട്ടു, 300 പേരെ വേറെ കമ്പനി പിരിച്ചു വിട്ടു. അതിനൊന്നും ഇവർക്കാർക്കും ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയുന്നു വേറെ ഏതെങ്കിലുമൊക്കെ കമ്പനിയിൽ ഇവർക്കൊക്കെ ജോലി വാങ്ങിക്കൊടുക്കുക ഇവർ റെക്കമെൻഡ് ചെയ്തിട്ട്. അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. വർഷങ്ങളോളം ദശകങ്ങളോളം തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങൾ മുഴുവനും ഇല്ലാതാക്കിയിട്ട് ഇനിയിപ്പോൾ ചില അപ്പകഷ്ണങ്ങൾ കാണിച്ചിട്ട് അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ സമരം ചെയ്യുമ്പോൾ നമ്മൾ ദേശദ്രോഹികളാന്ന് പറഞ്ഞാലോ? അപ്പോൾ ദേശം എന്ന് പറഞ്ഞാൽ ആരുടേതാ? ജനങ്ങളുടേതാ. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അത് ജനാധിപത്യപരമായ ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാരുകൾ തയ്യാറാവണം, എവിടത്തെ ആണെങ്കിലും. ഞങ്ങളിപ്പോൾ ഞങ്ങളോട് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം കിട്ടിയത് ഞങ്ങൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പം ഞങ്ങൾ DGPക്കും എല്ലാവർക്കും കൊടുക്കാൻ ഇന്ന് പോകാൻ പോവാണ്. വേറെ ആൾക്കാർ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. കുറേ പേര് ഇവിടെ നിന്ന് ഞാൻ മാത്രം ഈ അന്വേഷി മാത്രമൊന്നുമല്ല, വേറെ എത്രയ്ക്കോ സംഘടനകളും ഒക്കെ കൊടുത്തു കഴിഞ്ഞു കേരളത്തിൽ. ഇതൊരു വലിയ സംഭവമായിട്ട് കേരളത്തിൽ മാറാൻ പോവാണ്. ഇയാളെങ്ങനെ നടപടി തുടങ്ങണം. അല്ല, അന്വേഷണം നടത്താൻ എന്ത് അന്വേഷണം നടത്താൻ? ഇത് വീഡിയോ ഫേസ്ബുക്കിലും എല്ലാത്തിലും വന്നതല്ലേ. യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ വളരെ എല്ലാവരും വായിച്ചു കഴിഞ്ഞിട്ട് സംഭവമാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. എന്തെല്ലാം വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതെന്ന് മാത്രം ആലോചിച്ചാൽ മതിയാവുന്ന എനിക്ക് തോന്നുന്നത്.